പ്രായം ഒരു പരിധിയാണോ, ഒരു യോഗ്യത കുറവാണോ, അയോഗ്യതയാണോ? ജില്ലാ കമ്മിറ്റി പറയുന്നയാളെ തന്നെ സ്ഥാനാർത്ഥി നിർത്തണമെന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് ഉണ്ടായില്ല. അത് ഒരു ശരിയായ രൂപമല്ല. അവിടുന്ന് അങ്ങനെ പോകുമ്പം LDF സ്ഥാനാർത്ഥിക്കെതിരല്ലേ? അവിടെ AK ശശീന്ദ്രനോ NCP അല്ലല്ലോ. മുൻപൊന്നുമില്ലാത്ത വിധത്തിലുള്ള ചെറിയ പ്രതിസന്ധി ജില്ലയിലുണ്ടോ? ജില്ലാ നേതൃത്വമൊക്കെ ആയിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പരിഹരിക്കുന്നതാണ്. മുമ്പില്ലാത്ത വിധത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം ജില്ലാ കമ്മിറ്റി പറയുന്നയാളെ തന്നെ സ്ഥാനാർത്ഥി നിർത്തണമെന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് ഉണ്ടായില്ല. അത് ഒരു ശരിയായ കീഴ്വഴക്കമല്ല. ജില്ലാ കമ്മിറ്റി അവരുടെ അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് സംസ്ഥാന കമ്മിറ്റി നേതൃത്വം ആലോചിച്ചത്. അപ്പോൾ ഇവിടെ വന്ന പേരുകൾ തുല്യ പ്രാധാന്യമുള്ള പേരുകളായതുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തിന് വിട്ടുകൊടുത്തു. കേന്ദ്ര നേതൃത്വം അത് സംബന്ധിച്ച ഒരു തീരുമാനം ഇന്നലെ ഒരു ഉച്ചയോടുകൂടിയാണ് അറിയിച്ചത്. അപ്പോൾ സ്വാഭാവികമായും മറ്റുള്ള പേരുകൾക്കാർക്കും അവരെ ഇഷ്ടപ്പെടുന്നവർക്കും ഒരു ചെറിയ വിഷമമുണ്ടാവുക സ്വാഭാവികമാണ്. ആ വിഷമമൊക്കെ പാർട്ടി താല്പര്യവും മുന്നണിയുടെ കാരണം ഇവിടെ കേരളത്തിലെ ഒരു NCP പ്രവർത്തകൻ്റെ മനസ്സിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിന് ദോഷം ചെയ്യുന്ന ഒന്നും അവരാരും ചെയ്യില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പെരിങ്ങളത്ത് നിന്ന് തുടങ്ങുന്നതാണ് താങ്കളുടെ തെരഞ്ഞെടുപ്പ് യാത്ര. ഇത്തവണ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണോ? ഒരാവിശ്വാസക്കുറവുമില്ല. കാരണം ആ മണ്ണ് LDFനുള്ള മണ്ണാണ്. ആ മണ്ണിലെ LDF സ്ഥാനാർത്ഥി ജയിച്ചിരിക്കും, വിജയപതാക പാറിപ്പിക്കും. മുക്കം മുഹമ്മദ് വിമതനായിട്ടൊക്കെ മത്സരിക്കും എന്നുള്ള ഇന്നലെ അവരെ പ്രത്യേക യോഗമൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ജില്ലയുടെ LDF കൺവീനറാണ് എന്ന കാര്യം അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട്. അദ്ദേഹം LDFന് ദോഷം ചെയ്യുന്ന എന്തെങ്കിലും ചെയ്യുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിശ്വസിക്കുന്നില്ല. അദ്ദേഹം LDF രാഷ്ട്രീയത്തിൻ്റെ ഇവിടുത്തെ കോഴിക്കോട്ടെ LDF പ്രവർത്തകന്മാരെ സഹകരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ബാധ്യതയുള്ള സ്ഥാനത്തിരിക്കുന്ന ആളാണ്. അദ്ദേഹം മറ്റു തരത്തിൽ പ്രവർത്തിക്കുമെന്ന് ഞാനങ്ങനെ വിശ്വസിക്കുക. ഇന്നലെ രണ്ട് സംസ്ഥാന നേതാക്കളാണ് ഏൽപ്പിച്ചിരിക്കുകയാണ് അയാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണോ വേണ്ടിയുള്ള തീരുമാനം എടുക്കാൻ. അതെനിക്കറിയില്ല. അങ്ങനെ എന്തായാലും അങ്ങനെ അവിടം വരെ മുഹമ്മദ് പോകുന്നു. അപ്പം അവിടുന്ന് അങ്ങനെ പോകുമ്പം LDF സ്ഥാനാർത്ഥിക്കെതിരല്ലേ? അവിടെ AK ശശീന്ദ്രനോ NCP അല്ലല്ലോ വരുന്നത്. ഇപ്പം ഞാൻ AK ശശീന്ദ്രൻ NCP നേതാവ് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ LDFൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. NCP അല്ല ഞാൻ. ഈ കാര്യത്തിൽ ഇതുവരെ NCPക്കാരനായ AK ശശീന്ദ്രനെ വിലയിരുത്തിയാൽ മതി, മന്ത്രി എന്ന AK ശശീന്ദ്രനെ വിലയിരുത്തിയാൽ മതി. ഇന്ന് LDFൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണോ പരാജയപ്പെടുത്തണോ, വിജയിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, പരാജയപ്പെടുത്താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ഘട്ടം വരുമ്പോൾ വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നല്ലാതെ പരാജയപ്പെടുത്താൻ ഏതെങ്കിലും ഒരു ഭാരവാഹി ശ്രമിക്കുമെന്ന് ഞാനെങ്ങനെയാണ് വിശ്വസിക്കുക? അത് അവിശ്വസനീയമായ ഒരു നിലപാടാണ്. പ്രായപരിധിയൊക്കെ ഇതിനൊരു യോഗ്യത കുറവാണോ? ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു, പ്രായം ഒരു പരിധിയാണോ, ഒരു യോഗ്യത കുറവാണോ, അയോഗ്യതയാണോ? ഇവിടുത്തെ ജില്ലാ കമ്മിറ്റി തന്നെയാണോ ചോദിക്കുന്നത്? അല്ല, അങ്ങയോട് ഞാൻ ചോദിക്കുന്നു. ആ ചോദ്യത്തിന് അങ്ങയുടെ ഉത്തരം എന്താ? പ്രായം ഒരു കാരണമാണോ? അല്ല. ഫൈറ്റർ ആവണം. അപ്പോൾ അങ്ങ് തന്നെ ആ ചോദ്യത്തിന് അങ്ങ് തന്നെ ഉത്തരം പറഞ്ഞു. ആ ഉത്തരമാണ് ഞാൻ ആവർത്തിക്കാൻ പോകുന്നത്. എല്ലാ ഭാവങ്ങളും ശരി.